ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ജോലിയും കഴിഞ്ഞ് ഞാൻ വരുന്ന വഴിയാണ്. നടന്നിങ്ങനെ വരികയാണ്. അങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ബീച്ചിലെത്തി. ബീച്ചിലത്തെ വിശേഷങ്ങൾ: 2 ഒട്ടകം കുതിരയും ഉണ്ട്, ഒട്ടകവും ഉണ്ട്. അതിൻ്റെ പുറത്ത് എല്ലാവർക്കും സവാരി നടത്താം. 3 പിള്ളേരാണ് അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. കൊച്ചു കുട്ടികളൊക്കെയാണ് അതിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നത്. നല്ല സൂര്യാസ്തമയവും കാണാം. കൃത്യസമയത്തായിരുന്നു പോയത്. കടലങ്ങ് ഇങ്ങോട്ടിഞ്ഞ് വന്ന് കിടക്കുകയാണ്. കടലിഞ്ഞ് കരയോടടുത്ത് കിടക്കുകയാണ്. അതുകൊണ്ട് കയറ് കെട്ടി നല്ല റെസ്ട്രിക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. വലിയ തിരയാണ് വരുന്നത്. അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇങ്ങ് വരെ കടൽ കയറി. കടൽ തീരം കുറഞ്ഞ് തീരെ ഇല്ലെന്ന് പറയാം. അത്രയ്ക്കാണ് കടലിൻ്റെ കയറ്റം. കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് മൺഡേയല്ലേ, അതുകൊണ്ട് ആൾക്കാർ കുറവാണ്. കുറച്ച് കച്ചവടക്കാർ മാത്രമുണ്ട്. കുറച്ച് സമയം മാത്രം ഇരുന്നിട്ട് തിരിച്ച് വന്നു. കണ്ട, ഇങ്ങനെയല്ല നിറച്ച ആളുകൾ കാണുന്നത്, പക്ഷേ ആരുമില്ല. അപ്പോഴാണ് ഒരു ഫ്രണ്ട് വിളിച്ചത്, കൊഞ്ച് വേണമെന്ന്. കൊഞ്ച് വേണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ കൊഞ്ചിനെ കൂടെ കാണിച്ചു. ഒട്ടകം, ഒരു പയ്യനാണ് ഒട്ടകത്തിനെ നയിച്ചു ഇവിടെയൊക്കെ കൊണ്ട് നടക്കുന്നത്. ഒട്ടകത്തിൻ്റെ പുറത്തൊന്ന് കയറണമെന്ന്, പക്ഷേ കുട്ടികളാണ് കയറുന്നത്. 100 രൂപയാണ് റേറ്റ്. അത് ഇത്തിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. കൊച്ചു കുട്ടികൾ 2 പേര് അതിൻ്റെ പുറത്തൊക്കെ കയറി പോകുന്നത് കണ്ടു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുറച്ച് സമയം മാത്രമേ ഇരുന്നുള്ളൂ. കണ്ട, എന്നിട്ട് പുറത്തേക്ക് പോരുന്ന വഴിയാണ് ഇത്. RK വെഡ്ഡിങ് മാൾ, പോളയത്തോട്. അങ്ങനെ തിരിച്ച് വരികയാണ്. ഇവിടെ മീനൊക്കെ ഉണ്ട്, ചീര, അതെല്ലാം കണ്ടതാ തിരികെ വന്നു. അപ്പോൾ ടാറ്റാ. അങ്ങ് ദൂരെയായിട്ട് കടലിൽ ബോട്ടുകളും വള്ളങ്ങളും എല്ലാം കാണാം. മീൻപിടുത്തക്കാരുടെ ബഹളമാണ്. ഇടയ്ക്ക് 1.5 മാസം നിശ്ചലമായിട്ട് കിടന്നതാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ബോട്ടുകൾ കാണുന്നുണ്ട്. ഭയങ്കര ദുർഘടം ആണ് ഇങ്ങനെ പോകുന്നത്. അത്രയ്ക്കാണ് തിര. അങ്ങനെ ഇത് വീഡിയോ ഇതിൻ്റെ കൂടെ ഇടാനങ്ങ് വിട്ടുപോയി. അതുകൊണ്ടാണ് അറ്റാച്ച് ചെയ്തത്. ഓക്കേ.